വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ലേസി പ്രിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇപ്പോൾ ഈ ക്ലോത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു BTS വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കോർ ചെയ്തതെന്ന് കാണിച്ചു തരുവാണ്. വളരെ സിമ്പിളാണ്, ഒരുപാട് ഒരു മെനക്കെട്ടിട്ടൊന്നും ഇരുന്നതല്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഒരു ഡേ കൂടിയാണ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ഡേ. പിന്നെ അല്ലാത്ത ഡേ ഉണ്ടെങ്കിലും ഇത് രണ്ടും, ക്രിസ്മസും ഇതിലൊക്കെ ബർത്ത്ഡേ, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അന്ന് കേക്കൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ ഡേയോട് ഒരു പ്രത്യേക സ്നേഹം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അളവ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണം, ഒരു ക്ലോത്ത് ഏത് സൈസിൽ വേണം, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മൾ കട്ട് ചെയ്തുക. എനിക്കിത് ഭയങ്കര സിമ്പിളാണ്. ഇത് ഏത് കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇത്. പിന്നെ ഫ്ലവേഴ്സൊക്കെ പല രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ചില തുണികളൊന്നും വെച്ച് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് പല പല സൈസിൽ ഞാൻ ഇതേപോലെ സെറ്റാക്കി. ഇത് ഫൈനൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടിപൊളിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഇതിലൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം. ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഡെക്കോർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഇതുപോലെ ഡെക്കറേഷൻ പരിപാടി ഇഷ്ടമാണ്. തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മെഷീനില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്വന്തമായിട്ടൊരു മെഷീനൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മേടിക്കും. എന്തായാലും അതുവരെ ഞാനിങ്ങനെ കുത്തിത്തയ്ച്ചും ഇങ്ങനത്തെ പൊടിക്കൈകളുമായിട്ടൊക്കെ പോകും. നമുക്കൊരു പെർഫെക്ഷനോടുകൂടി ഇത് നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു ഇതുണ്ട്. ഇത് കണ്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും ഇതൊരു ബർത്ത്ഡേ ഉടുപ്പാണ്. എൻ്റെ 26ാമത്തെ വയസ്സിലെടുത്ത ഉടുപ്പാണ്. അതെൻ്റെ മമ്മിയുടെ ഫേവറേറ്റ് ഉടുപ്പാണ്. മമ്മിക്ക് കുറേ ഉടുപ്പുകളുണ്ട് കേട്ടോ. ആ ഉടുപ്പുകളൊക്കെ ഞാൻ കുറേയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കി, ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ ഇളക്കി കളയാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഫൈൻ അടിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ഇളക്കി കളഞ്ഞു. കാരണം പെയിൻറ്റ് പോലെ ഇളകിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ ഇത് ഫൈൻ അടിക്കണം. ഒന്നാമത് ഞാൻ കൈ എവിടെയൊക്കെ വെക്കുന്നു അവിടെ എല്ലാം എനിക്ക് ഫൈൻ വരും. ഫൈനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. നമുക്ക് ഡെക്കോറൊക്കെ വളരെ സിമ്പിളാണ് ഗൈസ്. നിങ്ങൾ ഈ വിചാരിക്കുന്ന ആളൊക്കെയല്ല. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് അറിയത്തില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മതിലില്ലെങ്കിൽ ഒരു കർട്ടനൊക്കെ വെച്ച് നമ്മുടെ കയ്യിൽ എന്ത് ക്ലോത്ത് ഉണ്ടോ അതൊക്കെ വെച്ച് നമുക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക്